നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റിനെ താളം ഇട്ടിരിക്കുന്നു. 230 പോയിന്റ് ഗാലി. ഇന്ന് ഡമാൽ ഡമാൽ എന്നതാണ് ഇന്നുള്ള വാക്യം. മാർക്കറ്റിൽ ഒരേ അടിയാണ്, മരണ അടിയാണ്. മാർക്കറ്റ് വന്നിട്ട് 25,500 ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതായത് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി ഇൻ സെപ്റ്റംബർ 2024 ഇപ്പോൾ ഇരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, അതേ ലെവലിൽ ബാങ്ക് നിഫ്റ്റി ഇരിക്കുവാണെങ്കിൽ இந்த இண்டெக்ஸ் 23-24 ഇരിക്കും. ബാങ്ക് നിഫ്റ്റിനെ വെച്ചാണ് ഇൻഡെക്സിനെ കയറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പോയ ആഴ്ചക്കുള്ള ബാങ്ക് നിഫ്റ്റിയും ഈ ആഴ്ചയിലിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയെ നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു 10-12% അപ്പിൽ തന്നെ ഇരിക്കും. ആ 10-12% ബാങ്കിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇന്നുള്ള റിയൽ മാർക്കറ്റ് 21-22 എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീഴുന്നു എന്നതിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ടോപ്പ് എക്സ്പോർട്ട് സെക്ടർ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളർ വരുന്നു. അത് അങ്ങനെ ഔട്ട്സൈഡ് ഓഫ് ദി അബ്സർ ഗ്രൂപ്പ് 4 സ്റ്റെപ്പ് വെച്ചിരിക്കും. വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബൗളർ 4 സ്റ്റെപ്പിൽ അവർ ക്യാച്ചിങ് പ്രാക്ടീസ് കൊടുക്കും. ബാറ്റ്സ്മാൻ നിങ്ങൾ പോയി പഴയ വീഡിയോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം ഇങ്ങനെ ക്യാച്ച് പിടിക്കുന്നു എന്ന് അവർ നോക്കും. ഒരു 4 സ്റ്റെപ്പ് വെച്ചിരിക്കും. നമ്മളാൾക്കാർ എല്ലാ ടീമും അവിടെ നിന്ന് ക്യാച്ച് അത് നോക്കും. അതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്ന നിലമ. അവർ സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. പക്ഷേ രൂപ വന്നിട്ട് 1995 ആണ്. അങ്ങനെയെന്ന് വെച്ചാൽ RBI എക്സിറ്റ് റൂട്ട് എല്ലാവർക്കും കൊടുക്കുന്നു എന്നാണ് അർത്ഥം. സോ ഇതാണ് ഒരു സൈഡിലുള്ള ന്യൂസ്. വെള്ളി വന്നിട്ട് അഫീഷ്യലായിട്ട് 290 എന്ന് പറയുന്നു. 210-220 വിറ്റാൻ കിട്ടും. ഗോൾഡ് തന്നെ ഇപ്പോൾ സൗക്കാർപേട്ടിൽ മാർക്കറ്റിലൊക്കെ ഡിസ്കൗണ്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു. അഫീഷ്യൽ റേറ്റ് പറയാം, പക്ഷെ ആ റേറ്റിലിരുന്ന് കുറച്ചുകൂടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾ ഗോൾഡ് കൂടെ വാങ്ങാൻ പറ്റും. 16,244 33 അപ്പ് 24 ക്യാരറ്റ് ഗോൾഡ്, 14,890 22 ക്യാരറ്റ് ഗോൾഡ്, 12,738 18 ക്യാരറ്റ് ഗോൾഡ്. കറക്റ്റായിട്ടുള്ള സോക്സിൽ വാങ്ങിയെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ ചീപ്പായിട്ട് വാങ്ങാം. ഇത് കാരണമാണ് മാർക്കറ്റ് ഭയങ്കര ഗില്ലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാക്കോ ഫാമ ഇന്ന് 4% അപ്പാണ്. ഇത് എന്തെന്ന് വെച്ചാൽ ഇത് പുതുവർഷത്തിൽ 790 അടുത്ത് ഇരുന്നെന്ന് തോന്നുന്നു. 790 പല ലെവലിൽ മാർക്കറ്റ് കയറി എവിടെയോ പോയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെന്നൊക്കെ. ഒരു വർഷത്തിൽ ഒരു 50-20% അടിച്ചിരിക്കും. 15-20% കാശ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇന്ന് ഇപ്പോൾ നിങ്ങളെ സ്ട്രോങ് ഇൻഫോസിസ് ഒരേ മാസത്തിൽ 24% ഗാലിയായിരിക്കുന്നു. ഇന്ന് തന്നെ ഒരു 3.5% ഗാലിയായിട്ടുണ്ട്. വിപ്രോ അതുപോലെ തന്നെ 2.5% ഗാലി. 14% ഇൻ 1 മന്ത്. എന്തെന്ന് വെച്ചാൽ അത് മുമ്പേ വളരെ കൂടുതലായിട്ടിരുന്നു. പിന്നെ TCS ഒരേ മാസത്തിൽ തന്നെ 18% ഗാലിയാണ്. ഇന്ന് 3.2% ആണ് ഗാലിയായിരിക്കുന്നു. HCL ടെക് 20% ഗാലി. ടെക് മഹേന്ദ്ര 18.5% ഗാലി. IT ഇൻഡെക്സ് ഓവറാൾ 21% ആണ് ഗാലിയായിരിക്കുന്നു. ഇന്ന് മാത്രം 3.3% ഗാലിയാണ്. ഇതാണ് ഇന്ത്യയിലെ മെയിൻ IT സെക്ടർ. ഇത് ഇവിടെ മാത്രമല്ല, IBM, മൈക്രോസോഫ്റ്റ്, അമേരിക്കയിൽ ഇരിക്കുന്ന എല്ലാ IT സർവീസസ് കമ്പനിയും ഡമാൽ എന്നാണ് പറയുന്നു. ഇന്ത്യക്ക് മെയിനായിട്ട് ഡോളർ കൊടുക്കുന്നത് ഈ ഡമാൽ എന്ന് പറയുന്ന കമ്പനികളാണ്. ഈ കമ്പനിക്കൊക്കെ എന്താകും എന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുത്തോളണം. ഇതിൽ അകപ്പെട്ടവർക്ക് വളരെ പാടാണ്. ഇത് ശരിയാകാൻ ഒരുപാട് കൊല്ലമെടുക്കും. AI ബൂം തീർന്നു. IBM വന്നിട്ട് റെക്കോർഡ് ലെവലിൽ സിങ്ക് ആയിരിക്കുന്നു. AI ത്രെഡ് കാരണമാണ് ഒരേ ദിവസത്തിൽ 13% പെട്ടത് താഴെ ഇറങ്ങിയിരിക്കുന്നു. ഈ ക്ലൗഡ് അത് പടുത്ത് നമ്മളെ ഗോപാൽ എന്ന് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത ലാംഗ്വേജ് ആണ്. IBMന്റെ മെയിൻ ഫ്രെയിം ഒക്കെ ഗോപാലിലാണ് ഓടുന്നു. ക്ലൗഡ് എന്ന് പറയുന്നത് ഗോപാലിനെ പടപടന്ന് എഴുതി കയ്യിൽ തരും. IBM നമ്മളെ വിട്ട് പോകുമെന്ന ഒരു പേടിയിലാണ് അടിച്ചിരിക്കുന്നു. വിവോ ബൂം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും IPOയിൽ ഇട്ടു. നമ്മളെ അമ്മയാരും കമ്പ്യൂട്ടർ എഞ്ചിനീയറും കടം കൊടുത്ത് നിങ്ങളെ മങ്ങാട്ട കളിക്കാൻ പറഞ്ഞു. നിങ്ങളും വളരെ ഹാപ്പിയോടെ മങ്ങാത്ത ഇട്ടു. 198 കമ്പനി മങ്ങാത്ത കളിച്ചതിൽ വെറും 35 കമ്പനി മാത്രം തന്നെ പ്രോഫിറ്റിലിരിക്കുന്നു. അതിലും ഈ ഹ്യുണ്ടായൊക്കെ ലാസ്റ്റിൽ വന്നാണ് പ്രോഫിറ്റിൽ കയറിയത്. നിങ്ങൾ ഭയങ്കര ആഹ്ലാദത്തോടെ ഇഷ്ടപ്പെട്ട് ഇട്ട് LICയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 3-4 വർഷത്തിന് മുമ്പ്. അത് ഇപ്പോൾ കഷ്ടപ്പെട്ട് നഷ്ടത്തിലാണ് ഇരിക്കുന്നു. 2 ദിവസം മാത്രമാണ് 950 മുകളിൽ പോയത്. ശേഷം അത് 880 തന്നെ ഇരിക്കുന്നു. ഏജന്റിനെ വിളിച്ച് അയ്യോ നിങ്ങൾ പറഞ്ഞ് ഞാൻ ഇട്ടല്ലേ, എനിക്ക് ലോസായിരിക്കുന്നേ, ഒരു ഷെയറിന് 75 രൂപ പോയിരിക്കുന്നു. ഈ ഒരു 4 കൊല്ലത്തിന് മുമ്പേ ഇട്ട കാരണം 10% റിട്ടേൺ വേറെ വന്നിരിക്കുന്നല്ലോ. ഇത് കാരണം ഒരു 1000 രൂപയ്ക്ക് 400 രൂപ ചെക്ക കൊടുക്കുവാണെങ്കിൽ, അത് ഒരു ഷെയറിന് 400 രൂപ എന്ന കാര്യത്തിൽ ഒരു ചെക്ക കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ വാങ്ങേണ്ടി പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? LICയിൽ ഇടണ്ട എന്ന് ഈ ചാനൽ ഞാൻ പറഞ്ഞു. എക്സെപ്റ്റ് ടാറ്റ ടെക്നോളജി ആൻഡ് ബജാജ് ഫൈനാൻസിനെ തവിര
ഹൗസിംഗ് കമ്പനി അല്ലാതെ വേറൊന്നിലും ഉരുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ആയിരുന്ന കമ്പനിയൊക്കെ ഉരുട്ടാൻ പ്രോബ്ലം ആകുന്നു. ഇന്ത്യയിൽ ഗോൾഡ് അത്രയും വലിയ കയറിയില്ലെങ്കിലും ലോഹ മാർക്കറ്റിൽ ഗോൾഡ് 3% കയറിയിരിക്കുന്നു. IDFC ഇന്നും വളരെ അടി വാങ്ങിയിരിക്കും. എന്ന് വെച്ചാൽ ഇന്നലെ 590 crores ഞങ്ങൾ ഒരു സിംഗിൾ ചെക്കായിട്ട് ഗവൺമെന്റിന് ഷെയർ ചെയ്യും. ശേഷം ഒരു ഫോറിൻ ജെറി 35 രൂപ ഇരിക്കുന്നു. ശേഷം പിന്നെ ഞങ്ങൾ റിമൈനിങ് ഉള്ള കാശിനൊക്കെ ഞങ്ങൾ റിക്കവറി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം എന്താകുമെന്ന് വെച്ചാൽ ഗവൺമെൻറ് കമ്പനിയിൽ എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്കും കള്ളന്മാർ തന്നെ. അവിടെ ഇരിക്കുന്ന ഡെപ്പോസിറ്റിനൊക്കെ വെളിയെടുക്കും എന്നൊക്കെ പറയും. IDFCയിൽ 590 crore പോയതിന് ശേഷം കൂടെ 3.5% കയറി അതിന് രക്ഷപ്പെട്ടിരിക്കുന്നു. തിരികെ അത് താഴെ വിളാണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്കിനൊക്കെ ഡെപ്പോസിറ്റ് വരുമോ എന്ന സംശയമുണ്ട്. IDFC നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് നല്ല ഒരു കാശാണ്. റിസർവ് ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ ബാങ്കിങ്ങിന് സിസ്റ്റമിക് റിസ്ക് ഒന്നുമില്ല, ഇത് വൺ ടൈം ലോസ് എന്നാണ് പറയുന്നു. അപ്പോൾ ITC എന്ത് പറയുന്നു എന്നാൽ ചൈന സിഗരറ്റ് കംബോഡിയയിൽ നിന്ന് വരുന്നു. കസ്റ്റംസൊക്കെ ഗജാക്ക ദോസ്ത് പോലെ അകത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ ഇത്രയും സിഗരറ്റ് ഇരിക്കുന്നു, പിന്നെ സിഗരറ്റ് ഡപ്പിയോടെ കൊണ്ടുപോയി പോലീസിൽ കൊടുത്തിരിക്കുന്നു. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. സിഗരറ്റ് ടാക്സിന് നിങ്ങൾ കയറ്റുവാണെങ്കിൽ ചൈനക്കാരനും കംബോഡിയക്കാർക്കും വളരെ ഖുഷിയാണ്. നമ്മൾ ചൈനയെ എങ്ങനത്തെ ഹെൽപ്പ് ചെയ്യും എന്ന് CID ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ചൈനയിലിരുന്ന് സിഗരറ്റ് ഇന്ത്യക്ക് വന്ന് ഇപ്പോൾ നമ്മുടെ ടീക്കയുടെ അടുത്ത് പോയെങ്കിൽ അറിയാം, നമ്മളെ പയമാരൊക്കെ ഊതുന്ന ആൾക്കാർ തന്നെ. എല്ലാവരും പറയുന്നു ചൈന സിഗരറ്റ് ഇരിക്കുന്നു സർ, 25% 30% ചൈന സിഗരറ്റ് തരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെ അമ്മയർ പറയും ചൈന സിഗരറ്റ് ഇന്ത്യയുടെ അകത്തേ വരുന്നില്ല എന്ന് പറയും. നമ്മൾ അതിന് നോക്കിക്കൊണ്ടിരിക്കും. ടീ കടയിൽ കൂടെ പോയി നമ്മൾ നോക്കത്തില്ല. സിപ്ല തിരികെ USA FDI ഗ്രീക്ക് പ്ലാന്റിനെ തന്നെ തിരികെ ഫോക്കസ് ചെയ്യണ കാരണം ഒരു 2% താഴെ വിളിഞ്ഞിരിക്കുന്നു. ഇന്ന് കുറച്ച് വിഴുന്നിരിക്കണ കാരണമൊക്കെ നമ്മൾ ഇന്ന് IT എടുക്കുന്നു. ഇന്നലൊക്കെ IDFC എടുത്തായിരുന്നു. ഇതെല്ലാം ആരൊക്കെ IDFC കൺസിഡർ ചെയ്തില്ല അവരൊക്കെ ഇന്ന് IDFC എടുത്തിരിക്കും. അപ്പോൾ ഇന്തോനേഷ്യ എന്ത് പറയുന്നു എന്നാൽ അവർ മാത്രമേ എല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു എല്ലാത്തിനെയും ഇന്ത്യക്ക് പറഞ്ഞതുപോലെ മേക്ക് ഇൻ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു ടാറ്റയ്ക്ക് 35,000 ട്രക്ക്, മഹേന്ദ്രയ്ക്ക് 35,000 ട്രക്ക് വാങ്ങുന്നതായിരിക്കുന്നു. അതിനെ നിർത്താൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തന്നെ ഇവിടെ ട്രക്ക് ചെയ്തു തരാം എന്നൊക്കെയാണ് പറയുന്നു. എയർടെൽ എന്ത് പറയുന്നു വെച്ചാൽ എല്ലാവരും ഈ NBFC ഇട്ട് ഫോൺ വാങ്ങാൻ കാശ് തരുന്നത് പോലെ നിങ്ങളും എയർടെൽ മണി മൂലം ഫൈനാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് 10,000 കോടി അതിൽ ഇടാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് ഭയങ്കര അടിയാണ്. ഇപ്പം ട്രംപ് എന്ത് പറയുന്നു എന്നാൽ നീ സൈൻ ഇടാതെ ഓടിപ്പോയാ കയ്യിൽ തിട്ടതിനെ പാസ് ചെയ്താ ഞാൻ ആരെന്ന് കാണിക്കും, കോർട്ടൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞ് വാർണിംഗ് ലെറ്റർ, അതായത് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുന്നു. കാരണം ഇപ്പോൾ ന്യൂ ട്രേഡ് തേടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇനി ടാരിഫിനെ തിരികെ കൊണ്ടുവരാം എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഓവറോളായിട്ട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വളരെ വീക്കായിരിക്കും. IPOയിൽ മങ്ങാത്ത കളിച്ചവരൊക്കെ ഓവറോളായിട്ട് അടി ഉത വാങ്ങിയിരിക്കും. 1-2 IPOയിൽ ഇട്ടവരൊക്കെ രക്ഷപ്പെട്ടിരിക്കും. IC ഇട്ടവരൊക്കെ ഇന്നും കരഞ്ഞുകൊണ്ട് കണ്ണകിരിക്കും. ഇത് കാരണം ഈ IPOയിലൊക്കെ ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. മ്യൂച്വൽ ഫണ്ടിൽ ഓൾറെഡി ലോസിലാണ് പോകുന്നു. IT ഡിസാസ്റ്ററിൻ്റെ ശേഷം പിന്നും ഒരു അടിയാണ്. പിന്നെ മോത്തിലാൽ പോലത്തെ കമ്പനിയൊക്കെ നിങ്ങളെ കാശിനെ എടുത്ത് ഓല ഷോലയിൽ ഇട്ടിരിക്കുന്നു. ഒരു 300-350 കോടി പോകുമെന്ന് മോർണിംഗ് കോണ്ടെക്സ്റ്റിൽ ഒരു ആർട്ടിക്കിളും ഇരിക്കുന്നു. ഇതിനും മേളിൽ നിങ്ങൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ വച്ചിരിക്കുവാണെങ്കിൽ അതിലിരിക്കുന്ന ആ കാശിനെ എടുത്ത് ലൈക്ക് ചെയ്ത് അതിൽ തന്നെ വെച്ച് ചൂടുവെള്ളം വെച്ച് കുടിക്കുന്നത് പോലെ ആണ് സിറ്റുവേഷൻ ഇരിക്കുന്നു. സോ ഇതെല്ലാം ഇടുമ്പോൾ നിങ്ങൾ നോക്കിയിടണം, ഇതിൽ അവർ ഏത് സ്റ്റോപ്പിലാണ് കാശ് ഇടുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോണ്ടെക്സ്റ്റിൽ മോത്തിലാലിനെ കുറിച്ച് എന്തിട്ടിരിക്കുന്നു എന്ന് അറിയുന്നില്ല, പക്ഷെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചു, പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു. വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.